നമസ്കാരം. പ്രധാന വാർത്തകൾ. വാളയാർ കേസ് പ്രതികളായ മാതാപിതാക്കളുടെ അറസ്റ്റ് തടഞ്ഞ ഹൈക്കോടതി. നടപടി കുറ്റപത്രം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട ഹർജി പരിഗണിച്ച് ഒരു നടപടിയും പാടില്ലെന്നും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച്. മക്കളുടെ കൊലപാതകം അന്വേഷിക്കാൻ വന്ന CBI തങ്ങളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റാണ് അന്വേഷിച്ചതെന്ന് പെൺകുട്ടികളുടെ അമ്മ. വഖഫ് ഭൂമി ഇടതുവലത് രാഷ്ട്രീയ കക്ഷികൾ മതസ്പർദ്ധയുണ്ടാക്കി രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണെന്ന് BJP സംസ്ഥാന സെക്രട്ടറി C. കൃഷ്ണകുമാർ. മുനമ്പം പ്രശ്നം വഷളാക്കിയത് ഇടതു സർക്കാരിന്റെ പരാജയമാണെന്നും ആരോപണം. വഖഫ് വിഷയത്തിൽ നിയമഭേദഗതി എതിർക്കുന്ന UDF, LDF MPമാരുടെ നിലപാടിൽ പ്രതിഷേധിച്ച് പാലക്കാട് MP VK ശ്രീകണ്ഠന്റെ ഓഫീസിലേക്കും ആലത്തൂർ MP K രാധാകൃഷ്ണന്റെ ഓഫീസിലേക്കും BJPയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച്. നിലവിൽ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന കൊപ്പം പോലീസ് സ്റ്റേഷന് സ്വന്തമായ കെട്ടിടം യാഥാർത്ഥ്യത്തിലേക്ക്. കൊപ്പം വളാഞ്ചേരി പാതയിൽ കെട്ടിടം നിർമ്മിക്കാൻ കണ്ടെത്തിയ സ്ഥലത്ത് മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് തുടക്കം. കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ അടുത്തയാഴ്ച തുടങ്ങിയേക്കും. പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് 3 കോടി രൂപ ചെലവഴിച്ച്. സഹോദരിയെ അപമാനിച്ചതിന്റെ പേരിൽ ഓങ്ങല്ലൂർ പഞ്ചായത്ത് സെക്രട്ടറിയെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി പട്ടാമ്പി MLA മുഹമ്മദ് മുഹസിൻ. സംഭവം നടന്നത് ജനുവരി 20-ന്. വിവാഹം രജിസ്റ്റർ ചെയ്യാനെത്തിയപ്പോൾ വിദ്യാഭ്യാസ യോഗ്യതയുടെ പേരിൽ സഹോദരിയെ സെക്രട്ടറി അപമാനിച്ചുവെന്നാണ് MLA പറയുന്നത്. വിവാദത്തിൽ വിശദീകരണവുമായി മുഹമ്മദ് മുഹസിൻ MLA. തന്റെ സഹോദരിയോട് മോശമായി പെരുമാറിയതിന്റെ പേരിൽ താൻ പ്രതികരിച്ചതാണെന്ന് MLA. വിശദീകരണം വളാഞ്ചേരി വലിയകുന്നിൽ ഒരു ചടങ്ങിൽ സംസാരിക്കുന്നതിനിടെ. തൃത്താല ആനക്കരയിൽ വീട്ടുകിണറ്റിൽപ്പെട്ട മോഷ്ടാവിനെ പോലീസ് പിടികൂടി. പിടിയിലായത് 2 വീടുകളിൽ മോഷണം നടത്തിയ തമിഴ്നാട് സ്വദേശികളെ. 15 വയസ്സുള്ള 2 വിദ്യാർത്ഥികൾക്ക് മദ്യം നൽകിയ കൂണിത്തറ സ്വദേശി പോലീസിന്റെ പിടിയിൽ. നവീകരണ പ്രവൃത്തിയുടെ പേരിൽ മുന്നറിയിപ്പില്ലാതെ കോട്ടായി അയ്യൻകുളത്തിലെ വെള്ളം തുറന്നുവിട്ട നടപടിയിൽ കർഷകർ പ്രതിഷേധത്തിൽ. 25 ഏക്കറോളം നെൽപ്പാടങ്ങളിലെ നെല്ല് കൊയ്തെടുക്കാനാകാതെ കർഷകർ. കൊയ്തു കഴിഞ്ഞ വയലിലെ വൈക്കോൽ ചേറിലും ചെളിയിലും മുങ്ങിയതും കർഷകരെ പ്രതിസന്ധിയിലാക്കി. വാർത്തകൾ വിശദമായി. വാളയാർ കേസ് പ്രതികളായ മാതാപിതാക്കളുടെ അറസ്റ്റ് തടഞ്ഞ് ഹൈക്കോടതി. കുറ്റപത്രം റദ്ദാക്കണമെന്ന ആവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് നടപടി. ഒരു നടപടിയും പാടില്ലെന്നും ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ നിർദ്ദേശം. അതേസമയം മക്കളുടെ കൊലപാതകം അന്വേഷിക്കാൻ വന്ന CBI തങ്ങളുടെ ജീവിതം എങ്ങനെ എന്നുള്ള സ്വഭാവ സർട്ടിഫിക്കറ്റിന്റെ അന്വേഷണമാണ് നടത്തിയതെന്ന് പെൺകുട്ടികളുടെ അമ്മ പ്രതികരിച്ചു. കുറ്റപത്രം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നടപടി. ഒരു നടപടികളും പാടില്ലെന്നാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ നിർദ്ദേശം. മാതാപിതാക്കൾ വിചാരണ കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നതിലും ഇളവുണ്ട്. ഹർജിയിൽ ഹൈക്കോടതി അവധിക്കാലത്തിന് ശേഷം വിശദമായ വാദം കേൾക്കും. തങ്ങളെ കൂടി പ്രതി ചേർത്ത CBI നടപടി റദ്ദാക്കി തുടരന്വേഷണം വേണമെന്നാണ് ആവശ്യം. CBI കണ്ടെത്തൽ യുക്തിഭദ്രമല്ലെന്നും കൊലപാതക സാധ്യത പരിശോധിച്ചില്ലെന്നുമാണ് പ്രധാന വാദം. നേരത്തെ വാളയാറിലെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ മരണം ആത്മഹത്യയാകാമെന്നാണ് CBI അന്വേഷണത്തിൽ കണ്ടെത്തിയത്. കൊച്ചി CBI കോടതിയിൽ നൽകിയ കുറ്റപത്രത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. നേരത്തെ പെൺകുട്ടികളുടെ മരണം ആത്മഹത്യയെന്ന കണ്ടെത്തൽ പാലക്കാട് വിചാരണ കോടതി തള്ളിയിരുന്നു. കുട്ടികളുടെ അരക്ഷിതമായ ജീവിത സാഹചര്യവും ക്രൂരമായ ലൈംഗിക ചൂഷണവും ആത്മഹത്യയിലേക്ക് നയിക്കാനുള്ള സാധ്യതകളെന്നാണ് CBI കണ്ടെത്തൽ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും സാഹചര്യ തെളിവുകളും കണക്കിലെടുത്താണ് CBI കണ്ടെത്തൽ. കുറ്റപത്രത്തിൽ പോലീസ് സർജന്റെ റിപ്പോർട്ടും CBI ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതേസമയം മക്കളുടെ കൊലപാതകം അന്വേഷിക്കണം എന്ന് ആവശ്യപ്പെട്ട തങ്ങളോട് CBI ചെയ്തത് തങ്ങളുടെ ജീവിതം എങ്ങനെ എന്ന സ്വഭാവ സർട്ടിഫിക്കറ്റിന്റെ അന്വേഷണമാണെന്ന് വാളയാർ പെൺകുട്ടികളുടെ അമ്മ പ്രതികരിച്ചു. ഇവരുടെ അറസ്റ്റ് തടഞ്ഞ കോടതി തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നതായി അവർ പറഞ്ഞു. തങ്ങളുടെ നിലപാടിൽ എന്തൊക്കെയോ ശരികളുണ്ടെന്ന് തോന്നിയതുകൊണ്ടാകാം കോടതി ഈ തീരുമാനമെടുത്തത്. തങ്ങൾക്ക് കോടതിയല്ലാതെ മറ്റൊരു ആശ്രയമില്ല എന്നും അവർ കൂട്ടിച്ചേർത്തു. നമ്മൾ തുടക്കം മുതലേ പറഞ്ഞത് മക്കളുടെ കൊലപാതകം അന്വേഷിക്കണം എന്നാണ് നമ്മൾ പറഞ്ഞിട്ട് CBI ആവശ്യപ്പെട്ടത്. അപ്പോൾ അത് ഇതുവരെയും അവർ CBI മക്കളുടെ കൊലപാതകമല്ല അന്വേഷിച്ചത്. അച്ഛനമ്മേൻ്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് എടുക്കലാണ് അവർ ഇതുവരെയും നാളിതുവരെയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കോടതി ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. മക്കൾക്ക് വേണ്ടി ഞങ്ങൾ നീതിക്ക് പൊരുതുന്നതിൻ്റെ ഒരു യഥാർത്ഥമാണ് ഇന്ന് ഞങ്ങൾക്കിതിൽ ഈ വാർത്തയിൽ കേൾക്കാൻ പറ്റിയത്. അങ്ങനെ ചോദിച്ചാൽ ഇതിപ്പോൾ CBI ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ ആണെങ്കിൽ പോലും നമ്മൾക്ക് എല്ലാവരുടെ സപ്പോർട്ട് കൂടിയാണ് നമ്മൾക്ക് CBI ആവശ്യം വേണം പറഞ്ഞത്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ CBI അന്വേഷണം എല്ലാ സർക്കാരിൻ്റെ ഇപ്പോൾ കേരള സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും സപ്പോർട്ടോട് കൂടിയാണ് നമുക്ക് CBI കിട്ടിയത്. പക്ഷെ അവർ സത്യസന്ധമായിട്ട് മക്കളുടെ കൊലപാതകം അന്വേഷിക്കാനാണ് ഞങ്ങൾ അവർ വേണം ആവശ്യപ്പെട്ടത്. പക്ഷെ അവരിപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ, അച്ഛനമ്മയെ ഏത് രീതിയിലാണ് ജീവിച്ചത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വഖഫ് ഭൂമി ഇടതുവലത് രാഷ്ട്രീയ കക്ഷികൾ മതസ്പർദ്ധയുണ്ടാക്കി രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണെന്ന് BJP സംസ്ഥാന സെക്രട്ടറി C. കൃഷ്ണകുമാർ. മുനമ്പം പ്രശ്നം വഷളാക്കിയത് ഇടതു സർക്കാരിന്റെ പരാജയമാണെന്നും കൃഷ്ണകുമാർ പറഞ്ഞു.
വഖഫ് ഭേദഗതി എതിർക്കുന്ന UDF MPയുടെ നയത്തിൽ പ്രതിഷേധിച്ച് VK ശ്രീകണ്ഠൻ MPയുടെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വഖഫ് ഭേദഗതിയെ എതിർക്കുന്ന UDF MPമാരുടെ നയത്തിൽ പ്രതിഷേധിച്ച് VK ശ്രീകണ്ഠൻ MPയുടെ ഓഫീസിലേക്ക് BJP നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു C. കൃഷ്ണകുമാർ. അപ്പീൽ കൊടുക്കേണ്ടത് എവിടെയാ? കോടതിയിലല്ല, വഖഫ് ട്രിബ്യൂണൽ. ആരാ വഖഫ് ട്രിബ്യൂണലിനെ നിയന്ത്രിക്കുന്നത്? വഖഫ് ബോർഡ് അംഗങ്ങള്. മറ്റാർക്കും അതിന് യാതൊരു വിധത്തിലുള്ള സ്വാധീനവുമില്ല. ഈ രാജ്യത്ത് ഇത്തരത്തിലുള്ള ഒരു കാലം നിയമമാണ് ഇന്ന് തിരുത്തി എഴുതപ്പെടുന്നത്. മതങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുകയും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയും ചെയ്യുന്നത് BJPയുടെയോ കേന്ദ്ര സർക്കാരിന്റെയോ നയമല്ല. മാസങ്ങളോളം തീരദേശവാസികൾ ഉൾപ്പെടെ സമരം ചെയ്തിട്ടും തിരിഞ്ഞു നോക്കാത്തവരാണ് വഖഫ് ഭേദഗതി കേട്ടതും നിർദ്ദേശങ്ങളും നിലപാടുകളുമായി രംഗത്ത് വന്നത്. വോട്ട് ബാങ്ക് മുന്നിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയം മാത്രമാണ് കേരളത്തിൽ ഇടത് വലത് മുന്നണികൾ നടപ്പിലാക്കുന്നത്. ഒരു സമൂഹത്തിനോ വ്യക്തിക്കോ ഹാനികരമല്ലാത്തതും എല്ലാ വിഭാഗത്തിനും സ്വീകാര്യവുമായ നിയമ ഭേദഗതിയാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നത്. മാസങ്ങൾ കിട്ടിയിട്ടും ഒന്നും ചെയ്യാത്തവരാണ് ചർച്ചയ്ക്ക് 12 മണിക്കൂർ ആവശ്യപ്പെട്ടത്. രാജ്യത്തിന്റെ അഖണ്ഡതയും മതേതരത്വവും നിലനിർത്താൻ BJPയും കേന്ദ്ര സർക്കാരും ഏതറ്റം വരെയും പോകുമെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. MP ഓഫീസിന് സമീപം മാർച്ച് പോലീസ് തടഞ്ഞു. BJP വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ അധ്യക്ഷത വഹിച്ചു. ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാൽ, ഓമനക്കുട്ടൻ, ബാബു വെണ്ണക്കര, C. മധു, ഹരിപ്രസാദ്, RG മിലൻ, P. സത്യഭാമ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വഖഫ് നിയമ ഭേദഗതിയെ എതിർക്കുന്ന UDF LDF നിലപാടിൽ പ്രതിഷേധിച്ച് K. രാധാകൃഷ്ണൻ MPയുടെ ഓഫീസിലേക്ക് BJP തൃശൂർ നോർത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ചേലക്കര ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് SMT സ്കൂൾ പരിസരത്ത് പോലീസ് തടഞ്ഞു. പ്രതിഷേധ മാർച്ച് BJP തൃശൂർ നോർത്ത് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. ചേലക്കര ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് SMT സ്കൂൾ സമീപത്ത് വെച്ച് ചേലക്കര CI K. സതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് തടഞ്ഞു. വരുമ്പോഴൊക്കെ തന്നെ തർക്കം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഇടത് വലതു മുന്നണികൾക്കെതിരെ ഒരു സൂചനയാണിത്. ഇവിടുത്തെ സാധാരണക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിച്ചിട്ട് മതി നിങ്ങൾ പാലസ്തീന് വേണ്ടിയിട്ടും അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങൾക്ക് വേണ്ടിയും സംസാരിക്കാൻ എന്നുള്ള സൂചനയാണ് നൽകുന്നത്. പ്രിയമുള്ളവരെ, വഖഫ് നിയമം ഭേദഗതി നിയമം ഇവിടെ പാസ്സാക്കുക തന്നെ ചെയ്യും. അത് പാസ്സാക്കിയേ ഇരിക്കൂ എന്ന് നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടത്തിയിരിക്കും. അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു അധ്യക്ഷത വഹിച്ചു. ചേലക്കര മണ്ഡലം പ്രസിഡന്റ് TC പ്രകാശൻ, വളത്തൂർ നഗർ മണ്ഡലം പ്രസിഡന്റ് MA രാജു, അനീഷ് എന്നിവർ സംസാരിച്ചു. ധർണയിൽ സ്ത്രീകളടക്കം നിരവധി BJP നേതാക്കൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. സഹോദരിയെ അപമാനിച്ചതുമായി ബന്ധപ്പെട്ട് ഓങ്ങല്ലൂർ പഞ്ചായത്ത് സെക്രട്ടറിയെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി മുഹമ്മദ് മുഹസിൻ MLA. വിവാഹം രജിസ്റ്റർ ചെയ്യാനെത്തിയപ്പോൾ വിദ്യാഭ്യാസ യോഗ്യതയുടെ പേരിൽ സഹോദരിയെ സെക്രട്ടറി അപമാനിച്ചുവെന്നാണ് MLA പറയുന്നത്. ജനുവരി 20-നാണ് സംഭവം നടന്നത്. വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ആവശ്യത്തിനാണ് പട്ടാമ്പി MLAയുടെ സഹോദരി ഓങ്ങല്ലൂർ പഞ്ചായത്ത് സെക്രട്ടറി ജഗദീഷിന് മുൻപാകെ എത്തിയത്. എന്നാൽ വിദ്യാഭ്യാസ യോഗ്യതയുടെ പേരിൽ സെക്രട്ടറി അപമാനിച്ചു എന്നാണ് MLA പറയുന്നത്. വീട്ടിലെ സ്ത്രീകളോട് മാന്യമായി പെരുമാറാൻ അറിയില്ലെങ്കിൽ മോന്ത അടിച്ചു പൊളിക്കും. നേരിട്ട് വരാൻ അറിയാം. ഞാൻ നിയമസഭയിൽ ആയതുകൊണ്ടാണ്. പെൺകുട്ടി അവിടെ വന്ന് കരഞ്ഞിട്ടല്ലേ പോയത്. ഈ വർത്തമാനം ഇനി പറഞ്ഞാൽ മോന്തയ്ക്ക് 2 തന്നിട്ടേ സംസാരിക്കൂ. വനിതാ മെമ്പർമാരോടും നിങ്ങൾ മോശമായി സംസാരിച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങളാണ് MLA ഫോണിൽ വിളിച്ച് സെക്രട്ടറിയോട് പറയുന്നത്. ഹലോ, ഓങ്ങല്ലൂർ പഞ്ചായത്ത് സെക്രട്ടറി ആണോ? അതെ, ഞാൻ MLA ആണ് വിളിക്കുന്നത്. പറയൂ സർ. തനിക്ക് എന്നോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എല്ലാ കാര്യം വീട്ടിലെ സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറി? ഇല്ലല്ലോ. വളരെ മോശമായിട്ടാണല്ലോ താൻ പെരുമാറി. എന്റെ പെങ്ങൾ അവിടെ കരഞ്ഞിട്ടാണല്ലോ. അല്ലല്ല, അത് അവര് ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്ത് കിട്ടണം പറഞ്ഞപ്പോ എന്താ വെച്ചാൽ ലേറ്റ് മാരേജ് ആയതുകൊണ്ടും കല്യാണം കഴിയുമ്പോൾ ഒരു കാര്യം ഞാൻ പറയുന്നത് കേൾക്കൂ. ഒരു കാര്യം പറയുന്ന ആദ്യം കേൾക്കൂ. ഞാൻ താങ്കളെ ഒരു റെക്കമെൻഡേഷന് വിളിച്ചിട്ടില്ല. ഇല്ല. അവര് നോർമലായിട്ട് കാര്യം നടക്കുകയാണെങ്കിൽ നടന്നോട്ടെ എന്ന് കരുതിയിട്ട്. ഓക്കെ. പക്ഷെ താങ്കൾ അവര് വന്നപ്പോ അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയും അവരുടെ സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറഞ്ഞ് വളരെ മോശമായിട്ടാണ് സംസാരിച്ചത്. ഇല്ല. തനിക്ക് എന്തെങ്കിലും രാഷ്ട്രീയപരമായിട്ട് എന്നോട് പ്രശ്നമുണ്ടെങ്കിൽ വീട്ടിലെ ഒരു മിനിറ്റ് കേൾക്കടോ. വീട്ടിലെ സ്ത്രീകളോട് മാന്യമായിട്ട് പെരുമാറാൻ അറിയില്ലെങ്കിലും അടിച്ച് മൊന്ത പൊളിക്കും. ആയിക്കോട്ടെ. നേരിട്ട് നിനക്ക് അറിയാം. ഇവിടെ നിയമസഭ ഞാൻ മോശമായിട്ട്
സാറ് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ മാന്യമായിട്ട് ഞാൻ സ്ത്രീകൾ, ആ പറയട്ടെ. പെൺകുട്ടി അവിടെ വന്നിട്ടല്ലേ പോയത്? എന്നോട് അവൾ എന്നോട് പറഞ്ഞില്ല, അവിടെ വന്ന ആളുകളാ പറഞ്ഞത്. അല്ല, അവിടെ ഞാൻ മാത്രമല്ല ഉണ്ടായിരുന്നത്, അവിടെ വേറെ കണ്ടു നിന്നവർ കേട്ടു നിന്നവരുണ്ട്. അത് തന്നെ, തന്റെ നാവ് ശരിക്ക് സംസാരിക്കാൻ ഇല്ലെങ്കിൽ അത് അകത്തേക്ക് വെച്ചേക്കണം. വീട്ടിൽ വേണ്ടില്ല. ഈ വർത്താനം പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാണ്ടല്ലോ ഞങ്ങൾക്കും സംസാരിക്കാൻ വന്നിട്ട് നേരെ മോന്തയ്ക്ക് 2 തന്നിട്ടേ സംസാരിക്കുള്ളൂ. എന്റെ മാത്രമല്ല, താനും മെമ്പർമാരോട് മോശമായിട്ടാ പറഞ്ഞിട്ടുള്ളത്. ആ മുസ്തഫ മെമ്പറോട് എത്ര മോശമായിട്ടാ സംസാരിച്ചു? അവിടുത്തെ മറ്റു മെമ്പർ സ്ത്രീകൾ ആസീന മെമ്പറോട് എത്ര മോശമായിട്ടാ സംസാരിച്ചു? ഇതൊന്നും ഞാൻ അറിയുന്നില്ല എന്നല്ല. ഞാനത് ആൾക്കാരുടെ മോശമായിട്ട് സംസാരിക്കാനായിട്ട് വല്ല കരാറെടുത്ത പോലെയാണല്ലോ മെല്ലെ സംസാരിക്കുന്നത്. അത് തന്നെ മോശമായിട്ട് പലരും സംസാരിച്ചിട്ടുണ്ട്. അതവിടെ വീട്ടിൽ വെച്ചേക്ക്. ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളാണ്. അതെനിക്കറിയാം, നല്ല ബോധ്യമുണ്ട്. ഞാൻ ആരാണെന്ന് ഞാൻ എങ്ങനെ പെരുമാറിയെന്ന് നല്ല ബോധ്യമുണ്ട്. അത് മാന്യമായിട്ട് സംസാരിച്ചാൽ മതി. ആയിക്കോട്ടെ. അല്ല പിന്നെ സംഭവം നടന്നത് ജനുവരി 20-നാണ്. സെക്രട്ടറി സ്ഥലം മാറ്റം കിട്ടിയ ശേഷമാണ് ഇപ്പോൾ ഓഡിയോ ക്ലിപ്പ് പുറത്തുവിട്ടത്. സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നവരുടെ പ്രതികരണത്തിൽ നിന്ന് സെക്രട്ടറിയുടെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചുവെന്നാണ് നമുക്ക് കിട്ടിയ വിവരം. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. അവങ്ങളൂർ പഞ്ചായത്ത് സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പ്രതികരണവുമായി പട്ടാമ്പി MLA മുഹമ്മദ് മുഹസിൻ. വളാഞ്ചേരി വലിയകുന്ന് പുനർജനി ട്രസ്റ്റ് സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു MLA. വിദ്യാഭ്യാസ യോഗ്യതയുമായി ബന്ധപ്പെട്ട തന്റെ പെങ്ങളോട് മോശമായി പെരുമാറിയതിനാണ് താൻ സ്വാഭാവികമായി പ്രതികരിച്ചതെന്ന് മുഹമ്മദ് മുഹസിൻ MLA പറഞ്ഞു. ഞാൻ എന്റെ പെങ്ങൾക്ക് ഒരു ആവശ്യം എന്ന് പറഞ്ഞ് ഞാൻ ഫോണ് വിളിച്ച് നേരത്തെ ഒരു ആവശ്യവും അവരോട് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ വിളിച്ചു പറഞ്ഞിട്ടില്ല. അവർ നോർമലായിട്ട് പോയി അപേക്ഷ കൊടുക്കുന്നു. അവിടെ ഈ കുട്ടി ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടും സെക്രട്ടറി രാത്രി ചട്ടിച്ചോറ് വേണോ വേറെന്ത് ചോറ് വേണോ എന്ന് വിളിച്ച് സംസാരിക്കുന്നു. അതിനുശേഷം കുട്ടിയുടെ കാര്യത്തിലും മൈൻഡ് ചെയ്യുന്നില്ല. ഇവരോട് ഇവരുടെ വിദ്യാഭ്യാസത്തെ കുറിച്ചും ഇവരുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചും മോശമായിട്ട് പറഞ്ഞു. സാക്ഷിയാണ്. ഈ പെങ്ങള് എന്നോട് പറഞ്ഞില്ല, ഇവളെന്നോട് പറഞ്ഞില്ല. ഞാനിത് പലരും പറഞ്ഞാണ് അറിയുന്നത്. ആ പഞ്ചായത്തിൽ നിന്നും പുറത്തുനിന്നും അത് കേട്ട ആളുകൾ പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത്. എനിക്ക് സ്വാഭാവികമായിട്ടും ആ കുട്ടിയെ ഇത്രയും സമയം പുറത്തിരുത്തിയിട്ട് കാര്യങ്ങള് പറയുന്നതിന് പകരം വളരെ മോശമായിട്ട് അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയും അവരുടെ മറ്റു ബാക്ക്ഗ്രൗണ്ടുകളെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ എൻ്റെ മനസ്സിൽ അതുണ്ടായി, ഞാൻ പ്രതികരിച്ചു. പട്ടാമ്പി MLAയുടെ ഭീഷണി ശബ്ദം പുറത്ത് വിട്ടത് താനല്ല എന്നും ഇത് പ്രചരിപ്പിച്ചത് തനിക്ക് അറിയില്ലെന്നും അവങ്ങളൂർ ഗ്രാമപഞ്ചായത്ത് മുൻ സെക്രട്ടറി പറഞ്ഞു. 16 വർഷം മുൻപ് നടന്ന വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിന്റെ നിയമവശങ്ങൾ മാത്രമേ താൻ MLAയുടെ സഹോദരിയോട് പറഞ്ഞിട്ടുള്ളൂവെന്നും സെക്രട്ടറി പറഞ്ഞു. MLAയെ മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിച്ചതാകാം പ്രകോപന കാരണമെന്നും തന്റെ സ്ഥലമാറ്റം വരെ ഇത് കാരണമാണെന്നും STVക്ക് നൽകിയ ഓഡിയോ സന്ദേശത്തിൽ മുൻ സെക്രട്ടറി പറഞ്ഞു. പുറത്തു വന്നിരിക്കുന്ന ഈ ശബ്ദരേഖയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ്. എന്നുവെച്ചാൽ ഞാൻ കുരുത്തക്കേടൊന്നും കാണിച്ചിട്ടില്ല. ഞാൻ ഒരു പത്രമാധ്യമങ്ങൾക്ക് ഇത് കൊടുത്തിട്ടുമില്ല. അതെങ്ങനെ പുറത്തു വന്നു എന്ന് എനിക്കറിയില്ല. ഇതിലുണ്ടായിട്ടുള്ള വിഷയം ബഹുമാനപ്പെട്ട MLAയുടെ സഹോദരി ജനുവരി മാസത്തിൽ വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ വിവാഹം എന്ന് പറയുന്നത് 16 വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ സംഗതിയാണ്. അപ്പോൾ അവരുടെ ആവശ്യം ഇതായിരുന്നു. ഭർത്താവ് വിദേശത്താണ്, അദ്ദേഹത്തെ ഓൺലൈനിൽ ഹിയർ ചെയ്തിട്ട് വിവാഹം രജിസ്റ്റർ ചെയ്ത് തരണം എന്നാണ് അവരുടെ ആവശ്യം. ഞാൻ പറഞ്ഞു അത് കോവിഡ് കാലത്ത് ഇറങ്ങിയ ഉത്തരവാണ്, ഇപ്പം അതിന് പ്രസക്തിയില്ല, നേരിട്ടാണ് വരേണ്ടത്. അപ്പോൾ കരച്ചിലും വീഴ്ചയിലൊക്കെ ആയി. അത് കഴിഞ്ഞിട്ട് ഒരു കുട്ടി സുഖമില്ലാത്തൊരു കുട്ടിയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു സങ്കടം തോന്നി. ശരി, എന്നാൽ അത് ഓൺലൈനിൽ ഹിയർ ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്ത് കൊടുക്കാമെന്ന് തീരുമാനിച്ചിട്ട് രേഖകൾ പരിശോധിക്കുമ്പോഴാണ് മനസ്സിലായത് വിവാഹം കഴിക്കുന്ന സമയത്ത് ഇവർക്ക് 18 വയസ്സായിട്ടില്ല, 16 വയസ്സായിട്ടുള്ളൂ. ആ കേസിൽ പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഭാര്യയും ഭർത്താവും സംയുക്തമായിട്ടൊരു ഡിക്ലറേഷൻ തരണം. പഞ്ചായത്തിൻ്റെ അറിവോടുകൂടി തന്നെയാണ് പോയത്, എൻ്റെ സ്വകാര്യ ആവശ്യത്തിന് പോയതല്ല. ഷൊർണൂർ കൂണത്തറയിൽ പ്രായപൂർത്തിയാകാത്ത 2 കുട്ടികൾക്ക് മദ്യം വാങ്ങി നൽകിയ ആളെ ഷൊർണൂർ പോലീസ് പിടികൂടി. 15 വയസ്സുകാരായ 2 വിദ്യാർത്ഥികൾക്കാണ് മദ്യം നൽകിയത്. സംഭവത്തിൽ കൂണത്തറ സ്വദേശി 21 വയസ്സുള്ള ക്രിസ്റ്റിയെയാണ് ഷൊർണൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കഴിഞ്ഞ ദിവസമാണ് കൂനത്തറയിൽ സംഭവം നടന്നത്. 15 വയസ്സുകാരായ 2 വിദ്യാർത്ഥികൾക്കാണ് മദ്യം വാങ്ങി നൽകിയത്. അമിതമായ അളവിൽ മദ്യം കഴിച്ച 2 വിദ്യാർത്ഥികൾക്കും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി. ഇതിൽ ഒരാൾ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലായിരുന്നു. നിലവിൽ വെന്റിലേറ്ററിൽ നിന്നും മാറ്റി ചികിത്സ തുടരുകയാണ്. ഗുരുതരമായ കുറ്റകൃത്യമാണ് പ്രതി ചെയ്തത്. പൂരാഘോഷവുമായി ബന്ധപ്പെട്ട് മദ്യം വാങ്ങി നൽകുകയായിരുന്നു. കുട്ടികൾ അളവറിയാതെ കഴിച്ചു. ഇതേ തുടർന്ന് അബോധാവസ്ഥയിൽ റോഡിൽ തളർന്നു വീണ് കിടക്കുകയായിരുന്നു 2 പേരും. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ 21 വയസ്സുള്ള കൂനത്തറ സ്വദേശി ക്രിസ്റ്റിയാണ് മദ്യം വാങ്ങി നൽകിയതെന്ന് കണ്ടെത്തി. ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ വിഭജിച്ച്
ആരംഭിച്ച കൊപ്പം പോലീസ് സ്റ്റേഷന് സ്വന്തമായ കെട്ടിടം വരുന്നു. ഇതിന്റെ ഭാഗമായി കെട്ടിടം നിർമ്മിക്കാൻ കണ്ടെത്തിയ സ്ഥലത്തെ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തികൾ തുടങ്ങി. അടുത്ത ആഴ്ച കെട്ടിടത്തിന്റെ നിർമ്മാണം തുടങ്ങാനാണ് സാധ്യത. 3 കോടി രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിക്കുക. പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ വിഭജിച്ച് ആരംഭിച്ച കൊപ്പം പോലീസ് സ്റ്റേഷന് സ്വന്തമായ കെട്ടിടം വരുന്നു. 3 കോടി രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. ഇതിന്റെ ഭാഗമായി കെട്ടിടം നിർമ്മിക്കാൻ കണ്ടെത്തിയ സ്ഥലത്തെ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തികൾ തുടങ്ങി. അടുത്ത ആഴ്ചയോടെ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തികളും തുടങ്ങാനാണ് സാധ്യത. ഇതിന്റെ ഭാഗമായി നിർമ്മാണോദ്ഘാടനം നടക്കും. കൊപ്പം വളാഞ്ചേരി പാതയിലെ പുലാശ്ശേരി LP സ്കൂളിന് മുൻവശത്തെ 50 സെന്റ് സ്ഥലത്താണ് കെട്ടിടം നിർമ്മിക്കുന്നത്. റവന്യൂ വകുപ്പിന്റെ ഉടമസ്ഥയിലുള്ള ഈ സ്ഥലം ആഭ്യന്തര വകുപ്പിന് കൈമാറിയതിനു ശേഷമാണ് നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങുന്നത്. 2017 സംസ്ഥാന ബജറ്റിലാണ് കൊപ്പം പോലീസ് സ്റ്റേഷൻ തുടങ്ങാൻ അനുമതിയായത്. 2018 കരിങ്ങനാടുള്ള വാടക കെട്ടിടത്തിൽ സ്റ്റേഷന്റെ പ്രവർത്തനം തുടങ്ങിയിരുന്നു. ഇതോടെ സ്വന്തമായ കെട്ടിടം നിർമ്മിക്കാനുള്ള തുകയും ബജറ്റിൽ അനുവദിച്ചിരുന്നു. എന്നാൽ അനുയോജ്യമായ സ്ഥലം ലഭ്യമാവാത്തതിനാൽ തുടർ നടപടികൾ നീളുകയായിരുന്നു. റവന്യൂ വകുപ്പിന്റെ സ്ഥലം 2022 ആഭ്യന്തര വകുപ്പിന് വിട്ടു നൽകിയത്. ഇതിന്റെ നടപടിക്രമങ്ങൾക്കും കാലതാമസമുണ്ടായി. ഇതിനിടെ ഈ സ്ഥലത്തെ കെട്ടിടം വരുന്നതുമായി ബന്ധപ്പെട്ട് പരാതികളും ഉയർന്നു വന്നിരുന്നു. ഇതെല്ലാം പരിഹരിച്ചാണ് ഇപ്പോൾ പ്രവൃത്തികൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. കെട്ടിടം നിർമ്മിക്കുന്ന സ്ഥലത്തെ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തികൾ ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗത്തിനാണ് നിർമ്മാണ ചുമതല. എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടും കൂടിയ കെട്ടിടമാണ് യാഥാർത്ഥ്യമാകുന്നതെന്ന് നേരത്തെ മുഹമ്മദ് ഹുസൈൻ MLA അറിയിച്ചിരുന്നു. സമയബന്ധിതമായി തന്നെ നിർമ്മാണം പൂർത്തിയാക്കാനാവും. കൊപ്പം, കുലുക്കുലൂർ, വിളയൂർ, തിരുവേപ്പുറ പഞ്ചായത്തുകൾ ഉൾപ്പെടുന്നതാണ് കൊപ്പം പോലീസ് സ്റ്റേഷൻ. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. നവീകരണ പ്രവൃത്തിയുടെ പേരിൽ കോട്ടായി അയ്യങ്കുളത്തിൽ നിന്ന് മുന്നറിയിപ്പില്ലാതെ വെള്ളം തുറന്നുവിട്ടു. 25 ഏക്കർ നെൽകൃഷി കൊയ്തെടുക്കാനാകാതെ കർഷകർ പ്രതിസന്ധിയിലായി. കൊയ്തു കഴിഞ്ഞ വയലുകളിൽ വൈക്കോലും ചേറിലും ചെളിയിലും മുങ്ങി. സംഭവത്തിൽ കർഷകരുടെ പ്രതിഷേധം. ഓടനൂർ ചമ്പർക്കുളം പാടശേഖരത്തിൽ 25 ഏക്കർ നെൽകൃഷി കൊയ്തെടുക്കാനാകാതെ കർഷകർ പ്രതിസന്ധിയിലായി. കൊയ്തു കഴിഞ്ഞ വയലുകളിലെ വൈക്കോൽ ചേറിലും ചെളിയിലും മുങ്ങി. പ്രതിഷേധവുമായി കർഷകർ രംഗത്തിറങ്ങി. കുളത്തിലെ വെള്ളം വിളഞ്ഞു പാകമായ വയലിൽ നിറഞ്ഞു നിൽക്കുന്നതിനാൽ കൊയ്ത്ത് യന്ത്രം ഇറക്കാനാവാത്ത സ്ഥിതിയാണ്. പരീക്ഷണമെന്നോണം യന്ത്രം ഇറക്കിയതും വയലിൽ താണു. പിന്നീട് JCB കൊണ്ടുവന്ന് കെട്ടിവലിച്ചാണ് യന്ത്രം കരയ്ക്കു കയറ്റിയത്. നെല്ല് വിളഞ്ഞു നിൽക്കുകയാണെന്നും ഇനിയും വൈകിയാൽ എല്ലാം വീണ് നശിക്കുമെന്നാണ് കർഷകർ പറയുന്നത്. അതിനു പുറമെ കഴിഞ്ഞ ദിവസങ്ങളിൽ കൊയ്തു കഴിഞ്ഞ വയലുകളിൽ വൈക്കോൽ കെട്ടാക്കാൻ യന്ത്രമെത്തുന്നതും കാത്തിരുന്ന കർഷകരുടെ വൈക്കോൽ വെള്ളത്തിലും ചേറിലും മുങ്ങിക്കിടക്കുകയാണ്. കുളത്തിലെ വെള്ളം മോട്ടോർ ഉപയോഗിച്ച് കാടാ കനാലിലൂടെ ഒഴുക്കിവിട്ടിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കാമായിരുന്നുവെന്നും ഇക്കാര്യം കർഷകർ ആവശ്യപ്പെട്ടിട്ടും മുഖവിലക്കെടുക്കാതെ തന്നിഷ്ടപ്രകാരം പ്രവർത്തിച്ച പഞ്ചായത്ത് അംഗവും കരാറുകാരനും നെല്ലും വൈക്കോലും നശിച്ച കർഷകർക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് കർഷകരും പാടശേഖര സമിതി ഭാരവാഹികളും ആവശ്യപ്പെട്ടു. ഇവിടെ കുറച്ച് കൃഷിക്കാർക്ക് ഇവിടെ ഒരു കുളം നേരാക്കുന്ന പരിപാടിയുമായി ബന്ധപ്പെട്ടിട്ട് കുളത്തിലെ വെള്ളം തുറന്നു വിട്ടിട്ടുള്ള ആകെ നാശനഷ്ടമാണ് ഇതിപ്പോൾ ഉള്ളത്. ഇവിടെ നമ്മൾക്ക് ട്രാക്ടർ വന്ന് അടുത്ത് വന്ന് കൊയ്യാനോ ടയർ വണ്ടി വന്ന് കൊയ്യാനോ ഉള്ള അവസ്ഥ ഈ പഞ്ചായത്തും ഇവിടുത്തെ മെമ്പറും ഞങ്ങൾക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞതും എന്ത് നഷ്ടപരിഹാരം വന്നാൽ ചെയ്തു തരാമെന്ന് പറഞ്ഞതാണ്. അവർ വന്ന് തിരിഞ്ഞു നോക്കിയിട്ടും കൂടിയില്ല. ഈ കുളത്തിൽ അധികമായിട്ടുള്ള വെള്ളം ഈ ഭാഗങ്ങളൊക്കെ വെടിച്ച് കിടന്ന ഒരു സ്ഥലങ്ങളാണ്. പൊതുവെ എല്ലാ പാടങ്ങളും വെടിച്ച് ടയർ വണ്ടി കൊയ്യാൻ പറ്റുന്ന രീതിയിലായതിനു ശേഷം പുട്ടിലായ സമയത്താണ് ഇവർ വന്നിട്ട് വെള്ളം തുറന്നു വിട്ടത്. ഇപ്പോൾ തുറന്നു വിടരുത് പറഞ്ഞു. നമ്മുടെ വീണ്ടും മറ്റേ വൈക്കോലൊക്കെ കേട് വന്നു പോയിരിക്കുകയാണ്. അവൻ തിമിരിലുള്ള വർത്തമാനം പറയണത്. നെല്ല് വെളിയിൽ കൊട്ടുമ്പോൾ തന്നെ അത് ചാക്കിലാക്ക്, അവിടെ മണ്ണ് കൊട്ടാനോ എന്നൊക്കെ പണ്ട് ഒരുപാട് മെരട്ടാണ് വന്നിട്ട്. ഇതുവരെ ഇല്ലാത്തൊരു മെരട്ടൽ. ഞങ്ങൾക്കൊരു സമയം തരണ്ടേ? ഞങ്ങൾക്കൊരു സമയം തരണ്ടേ? അത്രേ ഞങ്ങൾ പറയുന്നുള്ളൂ. ഞങ്ങൾക്കൊരു സമയം തന്നു കഴിഞ്ഞാൽ ഇനിയും 2 മാസം ഇത് പൊതുവായി നമുക്ക് കുളം പണിയോ മറ്റുള്ള റോഡ് പണിയോ ചെയ്യാം. പക്ഷെ ഇപ്പോൾ അതിനുള്ളൊരു സമയം തന്നില്ല എന്നുള്ളതാണ്. അതുപോലെ മണ്ണ് കൊട്ടുന്നതിൻ്റെ പ്രശ്നം പറഞ്ഞാൽ കിഡ്നി രോഗികളുണ്ട്, ക്യാൻസർ രോഗികളുണ്ട്. അത് ഒന്നാമത്തത് നല്ല സ്മെല്ലുള്ള മാലിന്യമാണത്. അതൊക്കെ കൊണ്ട് മൂക്കിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരുപാട് ബുദ്ധിമുട്ട്. പാടങ്ങൾ ഈ ആവശ്യമുന്നയിച്ച് കർഷകർ ഒപ്പു ശേഖരിച്ച് പഞ്ചായത്ത് സെക്രട്ടറി, പ്രസിഡന്റ്, കൃഷിഭവൻ ഓഫീസർ, വില്ലേജ് ഓഫീസർ, പാടശേഖര സമിതി ഭാരവാഹികൾ എന്നിവർക്ക് നിവേദനവും നൽകി. പൊതുവെ നെൽകൃഷി നഷ്ടക്കണക്കു മാത്രമായ കർഷകർക്ക് കരുതിക്കൂട്ടി കൃഷി നശിപ്പിച്ചതോടെ എല്ലാം കൈവിട്ട അവസ്ഥയായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. തൃത്താല ആനക്കരയിൽ വീട്ടുകിണറ്റിൽ വീണ മോഷ്ടാവിനെ പോലീസ് പിടികൂടി. 2 വീടുകളിൽ മോഷണം നടത്തിയ തമിഴ്നാട് സ്വദേശികളാണ് അറസ്റ്റിലായത്. ചില്ലറ പൈസകളും 9,000 രൂപ വില വരുന്ന നടരാജ വിഗ്രഹവുമാണ് ഇവരിൽ നിന്നും പിടിച്ചെടുത്തത്. ആളില്ലാത്ത വീട്ടിൽ മോഷണം നടത്തിയ 2 പേരാണ് പിടിയിലായത്. തമിഴ്നാട് സ്വദേശികളായ കരുണാനിധി, ജയരാമൻ എന്നിവരെയാണ് തൃത്താല പോലീസ് അറസ്റ്റ് ചെയ്തത്.
2 വീടുകളിൽ മോഷണം നടത്തി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ഒരാൾ കിണറ്റിൽ വീഴുകയായിരുന്നു. കൂടെയുണ്ടായിരുന്ന ആൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ സംശയം തോന്നിയ നാട്ടുകാർ പിടികൂടി. തുടർന്നാണ് മോഷ്ടാവ് കിണറ്റിൽ വീണ വിവരം അറിയുന്നത്. ഉടൻ തന്നെ പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി മോഷ്ടാവിനെ കിണറ്റിൽ നിന്നും പുറത്തെടുത്തു. കിണറിൻ്റെ അടുത്തുനിന്നും മോഷ്ടിച്ച ചില്ലറ പൈസകളും ലഭിച്ചു. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലാണ് മോഷണ വിവരം പുറത്തറിയുന്നത്. ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് വരുമ്പോഴേ ഞങ്ങൾ അങ്ങോട്ട് തിരിയാളാണ്. അപ്പോൾ ഈ റോഡിൻ്റെ പക്കൽ പരിചയമില്ലാത്ത ഒരാളെ കണ്ട്. അങ്ങനെ എന്താ ഇവിടെ നിൽക്കുന്നത് ചോദിച്ചപ്പോൾ തമിഴാണ് സംസാരിക്കുന്നത്. അപ്പോൾ സംശയം തോന്നിയിട്ട് ഞങ്ങൾ വണ്ടി നിർത്തി ഇറങ്ങി ചോദിച്ചപ്പോൾ ഒരാൾ കിണറ്റിൽ വീണിട്ടുണ്ട് പറഞ്ഞു. അങ്ങനെ വന്ന് നോക്കിയപ്പോൾ സംഭവം ആളിവിടെ കിണറ്റിലുണ്ട് ഒരാൾ. അപ്പോൾ ഇയാളോട് എങ്ങോട്ട് വന്നതാ എന്താ വന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ മൂപ്പര് പറഞ്ഞൊക്കെ ഉൾട്ടാണ്. ഒന്നും പട്ടാമ്പിക്ക് വന്നതാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവിടേക്ക് എത്തേണ്ട കാര്യമില്ലല്ലോ. പിന്നെ പറഞ്ഞു ബീവറേജിൽ നിന്ന് വന്നതാണെന്ന്. ഞങ്ങൾ വരുന്ന സമയത്ത് തന്നെ 12:30 9 മണിക്ക് അടയ്ക്കുന്ന ബീവറേജിൽ നിന്ന് ഇപ്പോൾ എന്തായാലും ഇവിടെ 12:30 എത്തില്ലല്ലോ. ആനക്കര ഡയറ്റ് ലാബ് സ്കൂളിന് സമീപത്തെ കരിമാമ്പുറത്ത് ബാലകൃഷ്ണൻ്റെ വീട്ടിലും സമീപത്തുള്ള ഇയാളുടെ സഹോദരിയുടെ വീട്ടിലുമാണ് വാതിൽ തകർത്ത് മോഷണം നടത്തിയത്. ചില്ലറ പൈസകളും 9,000 രൂപ വില വരുന്ന നടരാജ വിഗ്രഹവുമാണ് ഇവർ കവർന്നത്. വിവരമറിഞ്ഞ വീട്ടുകാർ പോലീസിൽ പരാതി നൽകി. ഒരു 9 മണിക്ക് ഞാൻ വീട്ടിൽ വന്ന് നോക്കിയപ്പോഴാണ് വീട് പുറഭാഗം ഗ്രില്ല് പൊട്ടിച്ച് കണ്ടത്. ഉള്ളിൽ കയറിയപ്പോൾ കുറച്ച് കുണ്ടിയിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നു, നഷ്ടപ്പെട്ടിട്ടുണ്ട്. കൂടാതെ ഒരു നടരാജ വിഗ്രഹം ചെറുതുണ്ടായിരുന്നു, അതും പോയി. പിന്നെ ഇപ്പോൾ നോക്കിയപ്പോഴാണ് ചെറിയൊരു ടോർച്ച്, നല്ല ടോർച്ച് ഉണ്ടായിരുന്നു, അതും കാണാനില്ല. അതാണ് ഉണ്ടായത്. ശ്രമം എങ്ങനെയാണ് നടത്തിയിരിക്കുന്നത്? പൂട്ടൊക്കെ അവർ അടിച്ചു പൊട്ടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു ഡോറിൻ്റെ ലോക്കിനെ നല്ല കേടുപറ്റി പൊളിച്ചിട്ടുണ്ട്. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്ത് പരിശോധന നടത്തി. 2 വീടുകളിലും മോഷണം നടത്തിയത് ഇവരാണെന്ന് സമ്മതിച്ചായി പോലീസ് പറഞ്ഞു. തമിഴ്നാട്ടിൽ നിന്നും ട്രെയിൻ മാർഗം എത്തി ആളില്ലാത്ത വീടുകളിൽ മോഷണം നടത്തി മടങ്ങുകയാണ് സംഘത്തിൻ്റെ രീതി. കൂട്ടത്തിൽ സ്ത്രീകളുടെ സാന്നിധ്യമുണ്ടെന്നും പ്രതികൾ സമ്മതിച്ചു. അതേസമയം പോലീസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്ന നിരവധി കേസുകളിലെ പ്രതികളാണ് ഇവരെന്ന് പറയുന്നു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. വിവാദങ്ങൾ ഒഴിയാതെ തൃശൂർ പൂരം വെടിക്കെട്ട്. സുരേഷ് ഗോപിക്ക് മറുപടിയുമായി തിരുവമ്പാടി ദേവസ്വം ബോർഡ്. കണ്ണൂരിൽ വെടിക്കെട്ട് അപകടം ഉണ്ടായതാണ് പെസോ നിയമ ഭേദഗതി മാറ്റം വരുത്തുന്നതിന് തടസ്സമായതെന്ന് സുരേഷ് ഗോപി നേരത്തെ പറഞ്ഞിരുന്നു. നിയമത്തിൽ മാറ്റങ്ങൾ വേണമെങ്കിൽ ആ മാറ്റം കൊണ്ടുവരേണ്ടത് ജനപ്രതിനിധികളാണെന്നും തൃശൂർ പൂരത്തിന് ദേശീയോത്സവമെന്ന പരിഗണന നൽകണമെന്നും ദേവസ്വം ബോർഡ്. നിയമങ്ങളെല്ലാം പാലിച്ചു നടക്കുന്ന ഒരേ ഒരു പൂരമാണ് തൃശൂർ പൂരം. തൃശൂർ പൂരം വെടിക്കെട്ടിന്റെ സാമ്പിളുകൾ പരിശോധിച്ച ശേഷമാണ് ഡിസ്പ്ലേ ലൈസൻസ് അടക്കം നൽകുന്നത്. ഉദ്യോഗസ്ഥർ പരിശോധിച്ച് ഉറപ്പിച്ച ശേഷം അവരുടെ സമ്മതത്തോടെയാണ് വെടിക്കെട്ട് നടത്തുന്നത്. ക്ലാസിഫിക്കേഷൻ കിട്ടിയിട്ടുള്ളത് തൃശൂർ പൂരത്തിന് മാത്രം. തൃശൂർ പൂരത്തിന് ദേശീയ ഉത്സവം എന്ന പരിഗണന നൽകണം. നിയമത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വേണമെങ്കിൽ ആ മാറ്റം കൊണ്ടുവരേണ്ടത് ജനപ്രതിനിധികളുടെ ഉത്തരവാദിത്വമാണ്. അല്ല, അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, തൃശ്ശൂർ പൂരത്തിന് മാത്രമാണ് എല്ലാ സുരക്ഷിതത്വങ്ങളും പാലിച്ച് നിയമങ്ങളെല്ലാം പാലിച്ച് നടത്തുന്ന ഒരേ ഒരു പൂരം ഉണ്ടെങ്കിൽ തൃശ്ശൂർ പൂരം മാത്രമുള്ളത്. അത് നിങ്ങൾക്കറിയാം. ഇവിടെ വെടിക്കോപ്പുകൾ ഇവിടെ മാഗസിനിൽ എത്തിച്ചാൽ തന്നെ അതിന്റെ സാമ്പിളുകൾ, അതിന്റെ ഉദ്യോഗസ്ഥന്മാർ വന്ന് അതിന്റെ സാമ്പിളുകൾ എടുത്ത് കാക്കനാട്ട് ലാബിൽ പോയിട്ട് അതിൽ നിരോധിത കെമിക്കൽ ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് ഡിസ്പ്ലേ ലൈസൻസ് ജില്ലാ കളക്ടർ തരുന്നത്. അപ്പോൾ എല്ലാ നിയന്ത്രണങ്ങളും പാലിച്ചുകൊണ്ട് നടത്തുന്ന ഒരു വെടിക്കെട്ടാണ്. അതുകൊണ്ട് തൃശ്ശൂർ പൂരത്തിനെ സംബന്ധിച്ചും ഒന്നും വേണ്ട. ഇവിടെ വെടിക്കോപ്പുകൾ ഫയർ ലൈനിൽ നിരത്തി കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഫയർ ചെയ്യുന്നത് തന്നെ ഉദ്യോഗസ്ഥന്മാർ പറയുന്ന അവരെല്ലാ കാര്യങ്ങളും പരിശോധനയ്ക്ക് ശേഷം അവര് പറയുന്ന സമ്മതത്തോടു കൂടിയിട്ടാണ് നമ്മൾ വെടിക്കെട്ടിന് തിരികൊളുത്തുന്നത്. അപ്പോൾ അത് തൃശ്ശൂർ പൂരത്തിനെ സംബന്ധിച്ച് ആ കാര്യത്തിൽ യാതൊരു ആശങ്കയും വേണ്ട. പക്ഷെ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് അപ്പൊ ഞങ്ങൾക്ക് മാത്രമായിട്ടാണ് ഇതിന്റെ ക്ലാസിഫിക്കേഷൻ കിട്ടിയിട്ടുള്ളത്. ഞങ്ങൾക്ക് മാത്രമായിട്ടാണ് ഇതിന്റെ രാത്രി 12 മണിക്ക് ശേഷം വെടിക്കെട്ട് കത്തിക്കുക എന്നുള്ള സുപ്രീം കോടതി ഓർഡർ ഉള്ളത്. അപ്പൊ തൃശ്ശൂർ പൂരത്തിന് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തരണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതൊരു ദേശീയോത്സവമാണ്. അത് യുനെസ്കോ അംഗീകരിച്ച വേൾഡ് ടൂറിസം മാപ്പിൽ ഇടം പിടിച്ച തൃശ്ശൂർ പൂരം. അപ്പൊ അതൊരു ലോക പ്രശസ്ത തൃശ്ശൂർ ഉത്സവമാണ്. അപ്പൊ അതിനുള്ള ഒരു മാറ്റം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റിത്തരുന്ന ജനപ്രതിനിധികളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾ കാണാറുള്ളതാണ് സാധാരണ നമ്മുടെ തൃശ്ശൂരിന് ചുറ്റും എല്ലാ അമ്പലങ്ങളിലും വെടിക്കെട്ട് നടക്കണം തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. എല്ലാം ഭംഗിയായി നടക്കണം. പക്ഷെ അവിടെയൊന്നും ഒരു തടസ്സമില്ലാണ്ട് നടക്കുന്നുണ്ട്. തൃശ്ശൂർ പൂരം വരുമ്പോൾ മാത്രമാണ് ഓരോ തടസ്സവാദങ്ങൾ ഉന്നയിച്ച് അതിന്റെ രീതിയിലേക്ക് എത്തുന്നത്. ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും വെടിക്കെട്ട് നടക്കുന്നുണ്ട്. അവിടെ ഒന്നും ഒരു പ്രശ്നമില്ല. അല്ലെങ്കിൽ മറ്റുള്ള ഉത്സവ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അപ്പൊ തൃശ്ശൂർ പൂരത്തിന് ഒരു പ്രത്യേക അനുമതി ആവശ്യമാണ്. അതെന്താ? കണ്ണൂരിൽ വെടിക്കെട്ട് അപകടം ഉണ്ടായതാണ് പെസോ നിയമ ഭേദഗതി മാറ്റം വരുത്തുന്നതിന് തടസ്സമായതെന്ന് സുരേഷ് ഗോപി നേരത്തെ പറഞ്ഞിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ.
തൃശൂർ മാന്നാമംഗലം കട്ടിങ്ങിൽ പ്രവർത്തിക്കുന്ന ടക്സ് 1 ടയർ റബ്ബർ കമ്പനിയിൽ തീപിടുത്തം. കമ്പനിയിലെ ഹൈഡ്രോളിക് യന്ത്രത്തിനാണ് തീപിടിച്ചത്. തൃശൂരിൽ നിന്നും 2 യൂണിറ്റ് അഗ്നിരക്ഷാസേനാ സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. 2 മാസം മുൻപും ഈ കമ്പനിയിൽ തീപിടിച്ചിരുന്നു. കുന്നംകുളത്ത് മാളിൽ അഗ്നിബാധ. കുന്നംകുളം തൃശൂർ റോഡിൽ പ്രവർത്തിക്കുന്ന AV മാളിൽ പ്രവർത്തിക്കുന്ന മാട്രിമോണി സ്ഥാപനത്തിലാണ് അഗ്നിബാധ ഉണ്ടായത്. രാവിലെ 8 മണിയോടെയാണ് തീപിടുത്തം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അഗ്നിരക്ഷാസേനയെ അറിയിച്ചതിനെ തുടർന്ന് കുന്നംകുളം അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്ന് 1 മണിക്കൂറോളം പണിപ്പെട്ടാണ് തീയണച്ചത്. ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. മാത്തൂരിൽ പാടശേഖര സമിതികൾക്ക് നെല്ല് കാറ്റത്തിടുന്ന ഉപകരണമായ വിനോവർ വിതരണം ചെയ്തു. 35 പാടശേഖരത്തിലെ 28 സമിതികൾക്കാണ് വിനോവർ നൽകിയത്. ഇതോടെ കുഴൽമന്നം ബ്ലോക്ക് പഞ്ചായത്തിലെ ഈ നേട്ടം കൈവരിച്ച ആദ്യ പഞ്ചായത്തായി മാത്തൂർ. 35 പാടശേഖര സമിതികളാണ് മാത്തൂർ പഞ്ചായത്തിലുള്ളത്. ഇത്തവണ വിതരണം ചെയ്ത 7 പാടശേഖര സമിതികൾ ഉൾപ്പെടെ 28 സമിതികൾക്ക് വിന്നോവർ വിതരണം പൂർത്തിയാക്കി. കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്തിൽ ഈ നേട്ടം കൈവരിച്ച ആദ്യ പഞ്ചായത്താണ് മാത്തൂർ. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ ചെയർപേഴ്സൺ നദീറ ഇസ്മായിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ K ഉദയപ്രകാശ്, K രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കൃഷി ഓഫീസർ ഗൗതം സ്വാഗതവും പഞ്ചായത്ത് അംഗം ശശികല നന്ദിയും പറഞ്ഞു. പഞ്ചായത്ത് അംഗങ്ങളായ ഗോപി, അനിത, ബബിത, മഹേഷ് എന്നിവരും വിവിധ പാടശേഖര സമിതി ഭാരവാഹികളും കർഷകരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ഷൊർണൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഷൊർണൂർ ട്രഷറിക്ക് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. അവകാശ നിഷേധത്തിനെതിരെ അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായാണ് സമരം സംഘടിപ്പിച്ചത്. നിയോജകമണ്ഡലം പ്രസിഡന്റ് MR അരുൺ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി VP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പക്ഷേ കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ ഇക്കാര്യത്തെക്കുറിച്ച് ഒരു സൂചന പോലും നൽകാൻ തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല, ഒരു കമ്മീഷനെ വെച്ച് കമ്മീഷന്റെ പരിഷ്കരണ കമ്മിറ്റി തീരുമാനങ്ങൾ സർക്കാരിന് നൽകേണ്ട സമയം അതിക്രമിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 2019 പെൻഷൻ റിവിഷന്റെ പരിഷ്കരണത്തിന്റെ കുടിശ്ശിക നിരവധിയായ സമരങ്ങൾ ഇതുപോലെ KSSPയുടെ നേതൃത്വത്തിൽ നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പൂർണ്ണമായി അനുവദിക്കാൻ ഈ സർക്കാർ തയ്യാറായിട്ടുള്ളത്. അതിൽ നമുക്ക് ലഭിക്കേണ്ടിയിരുന്ന DA കുടിശ്ശികയുടെ ഒരു വലിയ വിഭാഗം തുക ഈ സർക്കാർ അവിടെ നിർത്തിയിട്ടുണ്ട്. DCC സെക്രട്ടറി VKP വിജയനുണ്ണി, സംസ്ഥാന കൗൺസിലർ KK വേണുഗോപാലൻ, KT വേണുഗോപാലൻ, K ശിവപ്രകാശൻ, V മുരളീധരൻ, G അജിത് കുമാർ, PA മുംതാസ്, E സുമാലിനി, രാധാകൃഷ്ണദാസ്, P വാസുദേവൻ, സൈദ് മാസ്റ്റർ, M ജയരാജൻ, KM പത്മകുമാർ, PV രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ലഹരി വിരുദ്ധ പ്രതിജ്ഞയുമെടുത്തു. നിയോജകമണ്ഡലം സെക്രട്ടറി PK മോഹനദാസ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ നഗരസഭയിലെ 14-ാം വാർഡിൽ നവീകരണം പൂർത്തിയാക്കിയ റോഡിന്റെ ഉദ്ഘാടനം നടന്നു. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. 22 ലക്ഷം രൂപ ചെലവിലാണ് കല്ലിപ്പാടം വായനശാല റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചത്. (2024-25) വർഷത്തെ വിവിധ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 31 ലക്ഷം രൂപ ചെലവഴിച്ചാണ് വാർഡിലെ പ്രധാനപ്പെട്ട 2 റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയത്. കല്ലിപ്പാടം വായനശാല റോഡിന്റെ 1250 മീറ്റർ ദൂരം അറ്റകുറ്റപ്പണിക്ക് 22 ലക്ഷം രൂപയും 1 മാസം മുൻപ് 400 മീറ്റർ പണി പൂർത്തിയാക്കി ജനങ്ങൾക്ക് തുറന്നു നൽകിയ ആര്യഞ്ചിറ വായനശാല റോഡിന്റെ അറ്റകുറ്റപ്പണിക്ക് 9 ലക്ഷം രൂപയുമാണ് ചെലവഴിച്ചത്. 14-ാം വാർഡിലെ ഈ കല്ലിപ്പാടത്തുള്ള റോഡ് നമ്മുടെ പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തി 21 ലക്ഷം രൂപയുടെ പ്രവൃത്തിയാണ് പൂർത്തീകരിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു വലിയ മേഖല ഗതാഗത യോഗ്യമാക്കാൻ സാധിച്ചു. നമ്മുടെ പൈപ്പ് ലൈൻ വർക്ക് നടന്നതിൻ്റെ ഭാഗമായി ഡാമേജായിട്ടുള്ള ഒരു പ്രശ്നം പൊതുവിനിവിടെ ഉണ്ടായിരുന്നു. അതെല്ലാം പരിഹരിച്ച് റോഡ് വീതി കൂട്ടി. വാർഡ് കൗൺസിലർ KM ലക്ഷ്മണൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ നഗരസഭാ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ P സിന്ധു അധ്യക്ഷത വഹിച്ചു. കോൺട്രാക്ടർ രാമചന്ദ്രൻ, MK ശ്രീനിവാസൻ, K അശോകൻ, K പരമേശ്വരൻ നമ്പീശൻ, ചന്ദ്രിക, ചന്ദ്രശേഖരൻ, CP ഉണ്ണികൃഷ്ണൻ, A ബാലകൃഷ്ണൻ, മോഹനൻ, സജീവ്, നന്ദകുമാർ, തങ്കമണി, ജോണി, സരസ്വതി, രഘു, രാധാകൃഷ്ണൻ, പ്രസന്ന എന്നിവർ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. സംഘപരിവാർ കൊലവിളിക്കെതിരെ മുണ്ടൂരിൽ CITU മുണ്ടൂർ ഡിവിഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. എമ്പൂരാൻ സിനിമയ്ക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്നും
വാളെടുത്താൽ പരിചയ തീർക്കുമെന്നും സമ്മേളനം ഉദ്ഘാടനം ചെയ്ത CPIM ജില്ലാ കമ്മിറ്റി അംഗം PA ഗോകുൽദാസ് പറഞ്ഞു. എമ്പുരാൻ എന്ന സിനിമയ്ക്കും പൃഥ്വിരാജിനും ഐക്യദാർഢ്യം കൂടിയായിരുന്നു പ്രതിഷേധ സംഗമം. CPIM ജില്ലാ കമ്മിറ്റി അംഗം PA ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു. RSSന്റെ മുഖവാശികയായ മുഖപത്രം ഓർഗനൈസർ 2 ദിവസമാണ് ലേഖനം, മുഖലേഖനം. രാജ്യദ്രോഹമാണിത്. ആവർത്തിച്ചു പറയാണ്, രാജ്യദ്രോഹമാണ്. സിനിമയിലെ ചില നടന്മാരുടെ പേര്, അതിലെ കഥാപാത്രങ്ങളുടെ പേരെടുത്തിട്ടാണ് പറയണത്. ഈ കഥാപാത്രത്തിന്റെ പേരിന് മറ്റേ പേരിനോട് സാമ്യമുണ്ട്. സയ്യദ് മുർസ, സയ്യദ് ഒരു തീവ്രവാദിയാണ്, മുർസ വേറൊരു തീവ്രവാദിയാണ്. രണ്ടും കൂടിയ കൊടിയ വശമുള്ള തീവ്രവാദിയാണ്. അതുകൊണ്ട് രാജ്യദ്രോഹമാണ് സിനിമ. നിങ്ങൾ കത്രിക വെച്ചാലും അത് മൂടി വെച്ചാലും ഞങ്ങൾ തെരുവോരങ്ങളിൽ പറഞ്ഞുകൊണ്ടിരിക്കും. വർഗീയതയെ മുക്കിലും മൂലയിലും തുറന്നു കാട്ടി ജനങ്ങൾക്ക് മുന്നിൽ എത്തിച്ചുകൊണ്ടേയിരിക്കുമെന്നും ഗോകുൽദാസ് പറഞ്ഞു. സിനിമയിൽ എത്ര തന്നെ കത്രിക വെച്ചാലും കാണേണ്ടവരെല്ലാം സിനിമ കണ്ടുകഴിഞ്ഞുവെന്നും ഇനിയും ആളുകൾ കണ്ടുകൊണ്ടിരിക്കുമെന്നും ഗോകുൽദാസ് പറഞ്ഞു. മുണ്ടൂരിൽ നടന്ന പ്രതിഷേധ സംഗമത്തിൽ സുൽഫിക്കർ അലി അധ്യക്ഷത വഹിച്ചു. VK മധു, ലോക്കൽ സെക്രട്ടറി നാരായണൻകുട്ടി, സുൽഫിക്കർ, സോണി, OC ശിവൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെ നാടകക്കളരിയുമായി ത്രാങ്ങാലി വാമനൻ സ്മാരക യുവജന കലാസമിതി. മയക്കുമരുന്നുകൾക്കെതിരെ കൈകോർക്കാമെന്ന പ്രമേയത്തെ ആസ്പദമാക്കി നടന്ന ശില്പശാലയ്ക്ക് നാടക പ്രവർത്തകൻ PT ആബിദ് നേതൃത്വം നൽകി. കളികളും പാട്ടുകളും അഭിനയവും സംയോജിപ്പിച്ച് നടന്ന ശില്പശാല ആശയസമ്പന്നവും ആഹ്ലാദകരവുമായി. വിവിധ ഗ്രൂപ്പുകളായി പിരിഞ്ഞ് നാടക പരിശീലനവും അവതരണങ്ങളുമുണ്ടായി. അശ്വിൻ MV, അഭിനവ് കൃഷ്ണ, നയന K, നിനവ് DR, നൈപുണ്യ S, റീഷ്മ MG, ദേവദത്തൻ K തുടങ്ങിയവർ ഗ്രൂപ്പുകൾക്ക് നേതൃത്വം നൽകി. ശില്പശാലയ്ക്ക് വായനശാല സെക്രട്ടറി D നാരായണദാസൻ, ജനാർദ്ദനൻ DB, MP രാധാകൃഷ്ണൻ, അരുന്ധതി ദാസൻ, P രവിചന്ദ്രൻ, ഹരിത രാജേഷ്, DB രഘുനാഥ് തുടങ്ങിയവർ നേതൃത്വം നൽകി. വർഷം മുഴുവൻ നീണ്ടുനിൽക്കുന്ന ലഹരി വിരുദ്ധ പ്രചരണത്തിൽ കൂട്ടപ്പാട്ടുകളും തെരുവ് നാടകങ്ങളും ഉൾച്ചേർത്ത കലാജാഥ, ചിത്രരചന, പോസ്റ്റർ നിർമ്മാണം, ലഹരി വിരുദ്ധ സിനിമാ പ്രദർശനം, ഷോർട്ട് ഫിലിം നിർമ്മാണം, സാഹിത്യ മത്സരം തുടങ്ങിയ പരിപാടികളാണ് നടക്കുക. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. സംസ്ഥാന സർക്കാരിന്റെ സമ്മർ ബമ്പർ ഒന്നാം സമ്മാനം പാലക്കാട് വിറ്റ ടിക്കറ്റിന് ഇതുവരെ ഭാഗ്യശാലിയെ കണ്ടെത്താനായില്ല. സമ്മർ ബമ്പറിന്റെ SG 513715 എന്ന ടിക്കറ്റിനാണ് സമ്മാനം ലഭിച്ചത്. 10 കോടിയാണ് ഒന്നാം സമ്മാനം. തൃശൂർ ജവഹർ ബാലഭവന്റെ അവധിക്കാല ക്ലാസുകളായ കളിവീട് 2025 ഉദ്ഘാടനം നടന്നു. MLA P ബാലചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. മേയർ MK വർഗീസ് അധ്യക്ഷത വഹിച്ചു. കുട്ടികളുടെ സർഗവാസന പരിപോഷിപ്പിക്കുക എന്നതാണ് ക്യാമ്പിന്റെ ഉദ്ദേശം. അഡ്വക്കേറ്റ് അനീസ് അഹമ്മദ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് വിശിഷ്ടാതിഥിയായി. MLA P ബാലചന്ദ്രൻ കുട്ടികളുടെ പഠനത്തോടൊപ്പം കലയുടെ പ്രാധാന്യം കുട്ടികളെയും മാതാപിതാക്കളെയും ഉദ്ബോധിപ്പിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS മുഖ്യാതിഥിയായിരുന്നു. ജവഹർ ബാലഭവൻ പ്രിൻസിപ്പൽ ഡോക്ടർ A അൻസാർ, ഡെപ്യൂട്ടി മേയർ ML റോസി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വേലയ്ക്കുള്ള ആർഭാടങ്ങൾ ഒഴിവാക്കി ആ തുക ഉപയോഗിച്ച് ക്ഷേത്രത്തിൽ അന്നദാനം നടത്തി മാതൃകയായി മാറുകയാണ് മണ്ണൂർ 1-ാം മൈൽ പൊതുജന കമ്മിറ്റി. തുടർച്ചയായ 3-ാം വർഷമാണ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്നദാനം നടത്തുന്നത്. 1000-ഓളം പേർക്കാണ് അന്നദാനം നടത്തിയത്. മാനേജിംഗ് ട്രസ്റ്റി രവീന്ദ്രനുണ്ണി അന്നദാന പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആഘോഷ കമ്മിറ്റി കൺവീനർ ഗോപാലകൃഷ്ണൻ, ബാലസുബ്രഹ്മണ്യൻ എംബ്രാന്തിരി, പൊതുജന കമ്മിറ്റി ഭാരവാഹികളായ സുജിത് കുമാർ, സുരേഷ്, സുനീഷ്, പ്രമോദ്, വിശ്വൻ, രജീഷ്, സുഭിൻ, കൃഷ്ണദാസ്, ക്ഷേത്രം ജീവനക്കാർ, ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. ഈ 9 ദേശത്തിൻ്റെ തട്ടകത്തരമ്മയാണ്. തട്ടകത്തമ്മയുടെ താലപ്പൊലി കൈമുത്തയുടെ താല്പര്യം കഴിഞ്ഞ 25-ാം തീയതി വളരെ പ്രൗഢഗംഭീരമായി നമ്മളെല്ലാവരും കൂടി ചേർന്ന് വളരെ ഭംഗിയായി ആഘോഷിച്ചു. അതിൻ്റെ ഭാഗമായി തുടർന്ന് 7-ാം പൂജയായിട്ട് ഇന്നത്തെ ദിവസം നട തുറക്കൽ. ഈ നട തുറക്കുന്ന ദിവസം ഭക്തജനങ്ങൾക്കുള്ള അന്നദാനമായിട്ട് ഈ ദേശ കമ്മിറ്റികളിലത്തെ പ്രധാന കമ്മിറ്റിയായ പൊതുജന കമ്മിറ്റി അവരുടെ നിസ്വാർത്ഥ സേവനം കൊണ്ട് 3-ാമത്തെ അന്നദാനമാണ്, പ്രസാദൂട്ടാണ് ഇവിടെ അരങ്ങേറാൻ പോകുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കോട്ടായി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പട്ടികജാതി വനിതകൾക്ക് സ്വയം തൊഴിൽ ആവശ്യാർത്ഥം ഇരുചക്ര വാഹനങ്ങൾ വിതരണം ചെയ്തു. കോട്ടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A സതീഷ് വിതരണോദ്ഘാടനം നിർവഹിച്ചു.
വൈസ് പ്രസിഡന്റ് CR അനിത അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ ചെയർപേഴ്സൺ രാധാമോഹൻ, വിദ്യാഭ്യാസ ചെയർപേഴ്സൺ V വിനീത, പഞ്ചായത്ത് അംഗങ്ങളായ NK ശശിധരൻ, K രാധാകൃഷ്ണൻ, K മിനിമോൾ, V ലക്ഷ്മിക്കുട്ടി, MR രജിത, V അംബിക, S ഗീത, C അനിത, പഞ്ചായത്ത് സെക്രട്ടറി A അജിത എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി CY ഗ്ലോറിമോൾ ജോൺ സ്വാഗതം പറഞ്ഞു. 5,50,000 രൂപ ചിലവഴിച്ചാണ് സ്കൂട്ടർ വിതരണം ചെയ്തത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കടമ്പൂർ മുതലപ്പാറക്കാവ് പൂരം വർണ്ണാഭമായി. പ്രൗഢഗംഭീരമായി വേലകളുടെ സംഗമം. മനുഷ്യസാഗരമായി ക്ഷേത്രാങ്കണവും. ഒരാഴ്ച നീണ്ടുനിന്ന ഉത്സവാഘോഷങ്ങൾക്കാണ് സമാപനമായത്. രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. തുടർന്ന് നാദസ്വരം, ഉച്ചപൂജ, ദാരികാവധം പാട്ട് എന്നിവ നടന്നു. വൈകിട്ട് 5 മണിക്ക് വിവിധ ദേശപൂരങ്ങൾ ക്ഷേത്രത്തിലെത്തി. ഗജവീരന്മാരും വാദ്യമേളങ്ങളും വേലാഘോഷങ്ങൾക്ക് അകമ്പടിയായി. രാത്രിപൂരം ക്ഷേത്രത്തിൽ അണിനിരന്നതോടെ മേളം, എഴുന്നള്ളിപ്പ്, താലം ചൊരിയൽ എന്നിവയോടെ താലപ്പൊലി മഹോത്സവത്തിന് സമാപനമായി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മാറ്റലി. വിദ്യാർത്ഥികളെ നേർവഴിക്ക് നടത്തേണ്ട അധ്യാപക സമൂഹം ഉത്തരവാദിത്വം നിറവേറ്റാൻ ശ്രമിച്ചാൽ നിയമ നടപടികൾ അടക്കം നേരിടേണ്ട സാഹചര്യമാണെന്ന് അധ്യാപക സമൂഹം പറയുന്നു. നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? മാറ്റലിയിലേക്ക്. ഇന്നത്തെ അധ്യാപക സമൂഹം നേരിടുന്ന വലിയ പ്രതിസന്ധിയാണിത്. ഇതിനെതിരെ ഒരു രക്ഷിതാവ് എന്ന നിലയ്ക്ക് ഈ വിഷയത്തിൽ ഞാനും അധ്യാപകരോടൊപ്പമാണ്. അധ്യാപകർ മുൻകാലങ്ങളിലെ പോലെ വടിയെടുക്കണമെന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. നമ്മുടെ മക്കളെ നേർവഴിക്ക് നടത്തുന്നതിൽ രക്ഷിതാക്കൾ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നത് നമ്മുടെ അധ്യാപകരാണ്. എന്നാൽ അധ്യാപക സമൂഹം അതിന് തയ്യാറാണെങ്കിലും ഒരു വിഭാഗം ആളുകൾ അതിനെ ഏറ്റവും മോശമായി പ്രതികരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ശിക്ഷാ നടപടികളൊക്കെ തന്നെ അധ്യാപകർ ഏറ്റെടുക്കുമ്പോൾ അത് ശരിയല്ല എന്ന നിലപാടാണുള്ളത്. നമുക്കറിയാം, പണ്ട് കാലങ്ങളിൽ അതിനൊന്നും യാതൊരു നിയന്ത്രണവും ഉണ്ടായിരുന്നില്ല. വിദ്യാർത്ഥികൾക്ക് അധ്യാപകരെ പേടിയും അതുപോലെ തന്നെ ബഹുമാനവും ഉണ്ടായിരുന്നു. എന്നാൽ അതിനൊക്കെ ഒരു മാറ്റം വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ മക്കളെ നല്ല രീതിയിൽ നടത്തുന്നതിന് വേണ്ടിയിട്ട് അധ്യാപകർക്ക് നമ്മളൊരു വിട്ട് നൽകുകയും അധ്യാപകർ അതിന് ഭംഗിയായി നിറവേറ്റുന്നതിൽ നമ്മുടെ പ്രോത്സാഹനം നൽകുകയും ചെയ്യുക എന്നതാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വാളയാർ കേസ് പ്രതികളായ മാതാപിതാക്കളുടെ അറസ്റ്റ് തടഞ്ഞ ഹൈക്കോടതി. നടപടി കുറ്റപത്രം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട ഹർജി പരിഗണിച്ച് ഒരു നടപടിയും പാടില്ലെന്നും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച്. മക്കളുടെ കൊലപാതകം അന്വേഷിക്കാൻ വന്ന CBI തങ്ങളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റാണ് അന്വേഷിച്ചതെന്ന് പെൺകുട്ടികളുടെ അമ്മ. വഖഫ് ഭൂമി ഇടതുവലത് രാഷ്ട്രീയ കക്ഷികൾ മതസ്പർദ്ധയുണ്ടാക്കി രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണെന്ന് BJP സംസ്ഥാന സെക്രട്ടറി C കൃഷ്ണകുമാർ. മുനമ്പം പ്രശ്നം വഷളാക്കിയത് ഇടതു സർക്കാരിന്റെ പരാജയമാണെന്നും ആരോപണം. വഖഫ് വിഷയത്തിൽ നിയമഭേദഗതി എതിർക്കുന്ന UDF, LDF MPമാരുടെ നിലപാടിൽ പ്രതിഷേധിച്ച് പാലക്കാട് MP VK ശ്രീകണ്ഠന്റെ ഓഫീസിലേക്കും ആലത്തൂർ MP K രാധാകൃഷ്ണന്റെ ഓഫീസിലേക്കും BJPയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച്. നിലവിൽ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന കൊപ്പം പോലീസ് സ്റ്റേഷന് സ്വന്തമായ കെട്ടിടം യാഥാർത്ഥ്യത്തിലേക്ക്. കൊപ്പം വളാഞ്ചേരി പാതയിൽ കെട്ടിടം നിർമ്മിക്കാൻ കണ്ടെത്തിയ സ്ഥലത്ത് മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് തുടക്കം. കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ അടുത്തയാഴ്ച തുടങ്ങിയേക്കും. പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് 3 കോടി രൂപ ചെലവഴിച്ച്. സഹോദരിയെ അപമാനിച്ചതിന്റെ പേരിൽ ഓങ്ങല്ലൂർ പഞ്ചായത്ത് സെക്രട്ടറിയെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി പട്ടാമ്പി MLA മുഹമ്മദ് മുഹസിൻ. സംഭവം നടന്നത് ജനുവരി 20-ന്. വിവാഹം രജിസ്റ്റർ ചെയ്യാനെത്തിയപ്പോൾ വിദ്യാഭ്യാസ യോഗ്യതയുടെ പേരിൽ സഹോദരിയെ സെക്രട്ടറി അപമാനിച്ചുവെന്നാണ് MLA പറയുന്നത്. വിവാദത്തിൽ വിശദീകരണവുമായി മുഹമ്മദ് മുഹസിൻ MLA. തന്റെ സഹോദരിയോട് മോശമായി പെരുമാറിയതിന്റെ പേരിൽ താൻ പ്രതികരിച്ചതാണെന്ന് MLA. വിശദീകരണം വളാഞ്ചേരി വലിയകുന്നിൽ ഒരു ചടങ്ങിൽ സംസാരിക്കുന്നതിനിടെ. തൃത്താല ആനക്കരയിൽ വീട്ടുകിണറ്റിൽപ്പെട്ട മോഷ്ടാവിനെ പോലീസ് പിടികൂടി. പിടിയിലായത് 2 വീടുകളിൽ മോഷണം നടത്തിയ തമിഴ്നാട് സ്വദേശികളെ. 15 വയസ്സുള്ള 2 വിദ്യാർത്ഥികൾക്ക് മദ്യം നൽകിയ കൂണത്തറ സ്വദേശി പോലീസിന്റെ പിടിയിൽ.
നവീകരണ പ്രവൃത്തിയുടെ പേരിൽ മുന്നറിയിപ്പില്ലാതെ കോട്ടായി അയ്യൻകുളത്തിലെ വെള്ളം തുറന്നുവിട്ട നടപടിയിൽ കർഷകർ പ്രതിഷേധത്തിൽ. 25 ഏക്കറോളം നെൽപ്പാടങ്ങളിലെ നെല്ല് കൊയ്തെടുക്കാനാകാതെ കർഷകർ. കൊയ്തു കഴിഞ്ഞ വയലിലെ വൈക്കോൽ ചേറിലും ചെളിയിലും മുങ്ങിയതും കർഷകരെ പ്രതിസന്ധിയിലാക്കി. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.